ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിലിൽ കണ്ട പോലെ തന്നെ റോസ്മേരി വാട്ടറിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാനിവിടെ മോൾക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസമായി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ റോസ്മേരി വാട്ടറില്ലേ മോളുടെ ഹെയറിൽ നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കുറച്ച് കാണാം കേട്ടോ. എന്തായാലും രാവിലത്തെ പണികളും എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് റോസ്മേരി വാട്ടർ എങ്ങനെ ഉണ്ടാക്കണം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അടിപൊളിയാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്യണം. 1 മാസത്തിൽ തന്നെ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടും, അതിൽ യാതൊരു സംശയമില്ല കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും അത് നോക്കാം. അതിനു മുമ്പ് ഷോപ്പൊക്കെ ഒന്ന് തുറന്നു വയ്ക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ പണി ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ തന്നെ നമ്മുടെ ഷോപ്പൊക്കെ തുറന്നു വെച്ചു. ഇനി അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ റോസ്മേരി വാട്ടർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് തുടർച്ചയായി കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഷോപ്പൊക്കെ തുറന്നു, എല്ലാവിടെയും തുറന്നു വെച്ചു. ഞാൻ എപ്പോഴും രാവിലെ തന്നെ നേരത്തെ ഒക്കെ തുറക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഷോപ്പൊക്കെ ഉണ്ട്. നമ്മുടെ ഷോപ്പിൽ മൺപാത്രങ്ങളും ഭരണികളും പ്ലാസ്റ്റിക് ചട്ടികളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ എപ്പോഴും ഞാൻ കാണാറുണ്ട്. അപ്പോൾ കുറേ കൂട്ടുകാർക്കൊക്കെ അറിയാം. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഷോപ്പൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ വന്നിട്ട് നമ്മുടെ ഊഞ്ഞാലൊക്കെ കുറച്ച് നേരം ആടുകയാണ് കേട്ടോ. അതിൽ വന്നിരുന്നാൽ തന്നെ എന്തോ ഒരു ആശ്വാസം പോലെയാണ്, ഞാൻ എപ്പോഴും പറയാറില്ലേ. അപ്പോൾ ഷോപ്പൊക്കെ തുറന്ന് വെച്ച് പിന്നെ കുറച്ച് നേരം അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിയിട്ട് പിന്നെ അകത്ത് പോയി അടുക്കളയിൽ പോയി ബാക്കിയുള്ള പണികളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ നമ്മുടെ റോസ്മേരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനും ട്രൈ ചെയ്യണം പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടില്ല, ഞാൻ മോൾക്കാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഞാൻ എന്താ യൂസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്, ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്തതുകൊണ്ട് നമ്മളിത് യൂസ് ചെയ്യണതിൽ കുഴപ്പമില്ല. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ മാറും. ഞാൻ ആദ്യം എൻ്റെ കേളി ഹെയർ ആയിരുന്നു, ചെറിയൊരു ബേബി കേളി ആയിരുന്നു. അപ്പോൾ അത് ഞാൻ സ്ട്രൈറ്റ് ആക്കിയതാണല്ലോ. പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്താൽ അതിൻ്റെ സ്ട്രക്ചർ മാറും, കുറച്ച് കേളിയായി വരും. അപ്പോൾ എന്തായാലും ഒരു 2 മാസം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചെയ്തതല്ലേ ഉള്ളൂ, അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്തല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ മോൾക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസമായിട്ടോ. അപ്പോൾ അത് നമുക്ക് എന്തായാലും നോക്കാം. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ മോളുടെ ഹെയറിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടോ. ഇന്ന് കടലയും പുട്ടുമാണ് കേട്ടോ. പുട്ടും പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുക്കളയിൽ പാത്രം കഴുകാനും ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മുറ്റൊക്കെ നനച്ച് വിട്ടു. ഇതാ നമ്മുടെ റോസ്മേരി ഉണ്ടാക്കാനുള്ള സമയമായി. അപ്പോൾ നമുക്ക് എന്തായാലും റോസ്മേരി വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. റോസ്മേരി ഡ്രൈ ലീവ്സ് ഒരു ബോട്ടിലാണ് വാങ്ങിയിരിക്കുന്നത്. അതിന് 250 രൂപ അത്രയും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് തലേ ദിവസം ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 സ്പൂൺ റോസ്മേരിയും അതുപോലെ തന്നെ 2 സ്പൂൺ ഉലുവ അതും 2ഉം കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. നന്നായി കുതിരും കേട്ടോ. അപ്പോൾ അതങ്ങനെ വെള്ളത്തിൽ നന്നായി പിടിക്കുമല്ലോ. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലീവ്സ് അല്ലേ. അപ്പോൾ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അത് കുറച്ചും കൂടി നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ സത്തൊക്കെ നന്നായി വെള്ളത്തിൽ പിടിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഉലുവയും റോസ്മേരി 2ഉം കൂടി നമ്മളിതിലിട്ട് നന്നായി തിളപ്പിക്കുന്നുണ്ട് കേട്ടോ.
ഒരു 10 മിനിറ്റോളം തിളപ്പിച്ച ശേഷം നമുക്കിത് ചൂടാറാൻ വെച്ച ശേഷം എന്നിട്ടൊരു ബോട്ടിലാക്കി വെക്കാം കേട്ടോ. ഞാനിത് കുറച്ചധികം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം മോൾക്കും പിന്നെ കുറച്ച് ദിവസത്തിനായല്ലോ, പിന്നെ അനിയത്തിക്കും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അവളും യൂസ് ചെയ്ത് നോക്കട്ടെ. ഹെയർ അവളുടെ തിക്നെസ് കുറവാണ്, അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ അവൾക്കും കൊടുക്കണം പറഞ്ഞിട്ട് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇത് അധികം ഉണ്ടാക്കിയാൽ നമുക്കിത് സൂക്ഷിക്കാം, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയത്. ഇതാ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. എന്താ പറയുക, റോസ്മേരിയും അതുപോലെ തന്നെ ഉലുവയും കൂടിയിട്ട് നന്നായി തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ അരിച്ചെടുത്തിട്ട് എന്താ പറയുക ബോട്ടിലാക്കി വെക്കാം. ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യാനും നമുക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇത് ഹെയറിന് പറ്റിയൊരു അടിപൊളി ടോണിക്കാന്നും കൂടി പറയാം കേട്ടോ. അത്രയും നല്ലതാണ് കേട്ടോ. ഹെയർ ഗ്രോ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ടോണിക്കാണ്. ഇതിന് പ്രത്യേകിച്ചൊരു സമയമോ അങ്ങനെ ഒരു ഇതൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ ഈ വാട്ടർ വന്നിട്ട് നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിൽ വന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് ഉപയോഗിക്കാനും നമുക്ക് എളുപ്പമാണ്. റിസൾട്ട് ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ഏത് മുടി വളരാത്ത ആൾക്കാർക്കും ഇത് അപ്ലൈ ചെയ്ത ഹെയർ ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും, യാതൊരുവിധ സംശയമില്ല കേട്ടോ. അതുപോലെ തന്നെ ഹെയർ ഫാളും കംപ്ലീറ്റ് ആയി മാറും. പിന്നെ താരനുണ്ടെങ്കിൽ അത് പോവാൻ സഹായിക്കും. എല്ലാത്തിനും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ചിലപ്പോൾ 6 മാസം അല്ലെങ്കിൽ 1 വർഷം ചില ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ ഇത് അങ്ങനെയല്ല, നമുക്ക് 1 മാസത്തിൽ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് റിസൾട്ട് കാണുമ്പോഴല്ലേ നമുക്ക് പിന്നെയും അതെന്തായാലും മിസ്സാവാണ്ട് യൂസ് ചെയ്യണം എന്നുള്ളൊരു ഇത് വരിക. എന്താ പറയുക, 1 മാസത്തിലൊക്കെ റിസൾട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ നമ്മൾ ഒരിക്കലും മറക്കില്ല. ഇതിപ്പോൾ 6 മാസം ചില ഓയിലുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ 6 മാസം 7 മാസം ചിലപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് കിട്ടുക അല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് വിസിബിളായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ മോളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയുക റിസൾട്ട് കണ്ടപ്പോഴില്ലേ ഭയങ്കര ഹാപ്പി ആയിട്ടോ. മോളുടെ ഹെയർ ലെങ്ത്ത് വെക്കണം പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു കേട്ടോ. പക്ഷെ അവൾക്ക് ഹെയർ ലെങ്ത്ത് വെക്കണില്ല, തിക്നെസ്സും കുറവ് കേട്ടോ. എന്താണെന്നറിയില്ല, തിക്നെസ്സും കുറവ്, പിന്നെ ഹെയർ നീളവും വെക്കുന്നില്ല, പിന്നെ ഹെയർ ഫാളും കുറച്ചുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഈ റോസ്മേരി വാട്ടർ യൂട്യൂബിൽ നിന്ന് കുറേ വീഡിയോസ് കണ്ടു കേട്ടോ. അപ്പോഴാണ് നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ മോൾക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസമായി. അപ്പോൾ 2 മാസത്തിൽ നല്ല റിസൾട്ടാണ് കേട്ടോ. മോളുടെ ഹെയറൊക്കെ നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. മോളുടെ ഹെയർ ഇപ്പോൾ വെട്ടിയതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഇടയിൽ ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ പോയില്ലേ, ഇവിടെ മുടി കുറച്ച് 2 ഇഞ്ചിൽ ഹെയർ കട്ട് ചെയ്തു കേട്ടോ. നല്ല നീളം വെച്ചിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഹെയർ കട്ട് ചെയ്യണം പറഞ്ഞ്, എനിക്കാണെങ്കിൽ കട്ട് ചെയ്യണത് ഇഷ്ടമല്ല. പിന്നെ അവൾ കല്യാണമായിരുന്നല്ലോ ചേച്ചിയുടെ മോൻ്റെ, അപ്പോൾ എന്തായാലും കുറച്ച് കട്ട് ചെയ്യണം പറഞ്ഞിട്ട് അങ്ങനെ കട്ട് ചെയ്തതായിരുന്നു. ഹെയർ കുറച്ചും കൂടി നീളം ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ ഭയങ്കര തിക്നെസ് വന്നിട്ടുണ്ട്. നേരത്തെ ഇത്ര തിക്നെസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇടാവേ. അപ്പോൾ ഇപ്പം മോളുടെ ഹെയർ ഭയങ്കര തിക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട്, നല്ല ഷൈനിങ്ങും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോള് ഡെയിലി, ഞാൻ ചിലപ്പോൾ മറന്നാലും കൂടി മോള് കറക്റ്റായിട്ട് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തും കേട്ടോ. ഡെയിലി ഒരു ദിവസം പോലും മുടക്കാറില്ല. ഇത് തേച്ചിട്ട് നമ്മൾ അപ്പം തന്നെ വാഷ് ചെയ്ത് കളയണമെന്നോ അങ്ങനെ ഒരു നിർബന്ധമില്ല കേട്ടോ. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. നൈറ്റ് നമ്മൾ കിടക്കാൻ പോകുമ്പോൾ വേണമെങ്കിൽ സ്കാൽപ്പിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ നന്നായിട്ടൊന്ന് മസാജും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ഓരോ മുടി ഇങ്ങനെ മാറ്റി മാറ്റി സ്കാൽപ്പിൽ നന്നായി അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് വിടുക കേട്ടോ. സ്കാൽപ്പിൽ നന്നായിട്ട് ആവുന്ന പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് വാഷ് ചെയ്യേണ്ട, നമ്മൾ ഓയിലൊക്കെ തേച്ച് വെച്ചാൽ അത് കഴുകി കളയണം എന്ന് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ പോകുമ്പോൾ വേണമെങ്കിലും ഇതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യുക. പിന്നെ നോർമലായിട്ട് തന്നെ നമ്മുടെ ഹെയർ കിടക്കും കേട്ടോ. ഇത് തേച്ചതുകൊണ്ട് അങ്ങനെ ഓയിലി ആയിരിക്കും അങ്ങനെയൊന്നുമില്ല. യൂസ് ചെയ്യാനും സിമ്പിളാണ്. അപ്പം നമുക്ക് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലാവിടെയും ആവുന്ന പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ മോളുടെ ഹെയറിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. മോൾക്ക് ഇത്ര തിക്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മുമ്പ്. ഇപ്പോൾ ഹെയർ നല്ല തിക്കായതാണ്. നീളവും വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് വെട്ടിയതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഹെയർ ആർക്കും വളരുന്നില്ല പറഞ്ഞിട്ട് ഇനി ആരും വിഷമിച്ചിരിക്കേണ്ട. ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ റോസ്മേരി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ എന്നാലും എനിക്ക് കിട്ടിയ റിസൾട്ടാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഡെയിലി കറക്റ്റായിട്ട് മോൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതുപോലെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. താരനുണ്ടെങ്കിലും ഇത് പോകാൻ സഹായിക്കും കേട്ടോ. താരനുള്ളവരും പല മരുന്നും നോക്കി പല ഷാമ്പൂ യൂസ് ചെയ്ത് ഒന്നും ശരിയാവാതിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഒരാഴ്ചയിൽ നല്ല മാറ്റം കിട്ടും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു 2 മാസം കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഹെയറിലൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട്. എന്നാലും ഞാനിപ്പോൾ ജസ്റ്റ് നെറ്റിയുടെ അവിടെയൊക്കെ ജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് നെറ്റി കയറുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. എൻ്റെ വലിയ നെറ്റിയാണ്. അപ്പം ഞാൻ ഇത് യൂസ് ചെയ്യണം പറഞ്ഞിട്ടാണ് ജസ്റ്റ് ഞാൻ നെറ്റിയിൽ മാത്രം ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഹെയറിൽ എല്ലാവിടെയും എന്തായാലും ഒരു 2 മാസം കൂടി കഴിയട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ 2 മാസം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ അവിടെ ബ്യൂട്ടി പാർലറിലെ ചേച്ചിയുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തായാലും ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ ട്രീറ്റ്മെൻറ്റ്, എന്തായാലും 2 മാസം കൂടി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇപ്പം മോൾക്ക് ചെയ്യുന്നുണ്ടല്ലോ, നല്ല റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ റോസ്മേരി ഡ്രൈഡ് ലീവ്സ് ഞാൻ വാങ്ങിച്ചത് വന്നിട്ട് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ, ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അത് ബോട്ടിലാണ് കേട്ടോ വാങ്ങിച്ചത്. ചെറിയ പാക്കറ്റും വാങ്ങിക്കാൻ കിട്ടും. അതിന് 100-120 രൂപയുള്ളൂ. ഇത് നമുക്ക് കുറച്ചധികം തന്നെ ഉണ്ടാക്കി സൂക്ഷിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് പുറത്തെടുത്ത് വെക്കുക. പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഉണ്ടാക്കി ഒരു 2-3 ആഴ്ചക്കൊക്കെ ഉണ്ടാവും കേട്ടോ. മോൾക്ക് 2 ആഴ്ച 2-3 ആഴ്ച ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ റോസ്മേരി വാട്ടർ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി റിസൾട്ടാണ്, അതിലൊരു സംശയമില്ല കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. അങ്ങനെ നമ്മുടെ റോസ്മേരി ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാനിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തില്ല കേട്ടോ. എന്തായാലും ഇന്ന് മെയിനായിട്ട് നമ്മൾ റോസ്മേരി വാട്ടറിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്നാലും നമ്മുടെ കുറച്ച് വീട്ടുവിശേഷങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തണമല്ലോ. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുവിശേഷങ്ങളും കുറച്ച് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് പൂളക്കിഴങ്ങ് വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് പൂളക്കിഴങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ആ പൂളക്കിഴങ്ങൊക്കെ ചെറിയ പീസുകളാക്കി നുറുക്കി കുക്കറിലിട്ട് ഒന്ന് വേവിച്ച് ഒന്ന് കടുക് താളിച്ചിട്ട് സൂപ്പറായിരിക്കും കേട്ടോ. കുറേ ആയി എന്താ പറയുക പൂളക്കിഴങ്ങൊക്കെ കഴിച്ച് കുറേ ആയിട്ടോ. പൂളക്കിഴങ്ങ് ചില സ്ഥലത്ത് കപ്പ എന്ന് പറയില്ലേ, മരച്ചീനി, നമ്മളിവിടെ പൂളക്കിഴങ്ങ് പറയും കേട്ടോ. അങ്ങനെ അപ്പോൾ അതെന്തായാലും വേവിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ. ഞാൻ പിന്നെ എല്ലാ വീഡിയോസും നമുക്ക് എത്ര വലിയ വീഡിയോ ആവില്ല, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയില്ല. ഷോപ്പിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും തുടയ്ക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ പൈപ്പ് വെക്കാൻ ഞാൻ എപ്പോഴും പൈപ്പ് വെക്കില്ലേ ഭരണിയിൽ, അതും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10 പൈപ്പ് വെച്ചു. ഇപ്പോൾ 2-3 മഴയൊക്കെ കിട്ടിയതുകൊണ്ടേ ചൂട് ചെറുതായിട്ടൊരു കുറഞ്ഞ പോലൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഭരണികൾ പോക്ക് കുറച്ച് കമ്മിയായി. മുമ്പൊക്കെ നന്നായി പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ കുറച്ച് ഒരാഴ്ചയായിട്ട് ഇത്തിരി മെല്ലിയായിട്ടോ. മഴയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ കുറച്ച് മെല്ലിയായിട്ടുണ്ട് കേട്ടോ. എന്താ വെള്ളം ഭരണികളുടെ സെയിലൊക്കെ. അപ്പോൾ അതാ നമ്മുടെ പൂളക്കിഴങ്ങ് റെഡി ആയിട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പൂളക്കിഴങ്ങ് റെഡിയായി. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്തോ ചെറിയൊരു മധുരം പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. പക്ഷേ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് എന്താ അവൾ കഴിച്ചില്ല കേട്ടോ. എന്താണെന്നറിയോ, അപ്പോഴേ ഞാൻ പുട്ടുണ്ടാക്കി കൊടുത്തു കേട്ടോ. രാവിലെ പുട്ടും കടലയും ആയിരുന്നില്ലേ, അപ്പോൾ അതിൻ്റെ കടലക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് പുട്ട് വേണം പറഞ്ഞു. വിശക്കണോ, എനിക്ക് പുട്ട് മതി പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഞാൻ വൈകുന്നേരം പുട്ടും കടലക്കറി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവളത് കഴിച്ചു. അതുകൊണ്ട് തന്നെ പൂളക്കിഴങ്ങ് ഇപ്പോൾ വേണ്ട, പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇത് കഴിച്ചിട്ട് പോയിട്ട് ഷോപ്പ് അടയ്ക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ഇപ്പോൾ ഭയങ്കര വിശപ്പ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇത് കഴിച്ചിട്ട് പോയി ഷോപ്പൊക്കെ അടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ ഷോപ്പ് അടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷോപ്പ് അടയ്ക്കാൻ സമയമായി. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ, 8:30 ആയി തോന്നുന്നു. 8:30 ആയിട്ടോ ഒന്ന് ഷോപ്പ് അടയ്ക്കുമ്പോൾ. അത് എന്താണെന്നറിയോ, ഇടയിൽ 2-3 കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അടയ്ക്കണ സമയത്ത് കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അതാ ഷോപ്പൊക്കെ അടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.